ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മാധ്യമങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലെത്തിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇഫ്താർ എന്നത് നോമ്പുതുറ മാത്രമല്ല, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടിയാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ആയുധ ചണ്ഡിക മഹായാഗം ഏപ്രിൽ 5 മുതൽ 10 വരെ മഞ്ചേരിയിൽ നടക്കും. ഞാൻ അനീഷ് താമരക്കുളം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. മാധ്യമങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ എൻ ഷംസീർ. കാലിക്കറ്റ് പ്രസ് ക്ലബ് ICJ ബിരുദദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സ്പീക്കർ. കാലിക്കറ്റ് പ്രസ് ക്ലബിന് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ 29ാം ബാച്ചിന്റെ ബിരുദദാനം നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. 1ാം റാങ്ക് ജേതാവ് P. മുഹമ്മദ് മിഖ്ദാദിന് മാതൃഭൂമി സ്വർണ്ണ മെഡൽ സ്പീക്കർ സമ്മാനിച്ചു. മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം വളരെ പിന്നിലാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മാധ്യമങ്ങളിൽ എഡിറ്റർമാരുടെ റോൾ ഇല്ലാതായി. ഇന്നത്തെ വാർത്ത ഏതെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തീരുമാനിക്കുന്നതിലേക്കും കാര്യങ്ങളെത്തി. ഭരണകൂടത്തിന്റെ PR ജോലി ചെയ്യുന്നവരായി മാധ്യമങ്ങൾ മാറിയെന്നും ചില സമയത്തെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ കൊട്ടേഷൻ സംഘത്തെ പോലെ പ്രവർത്തിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം എല്ലാ കാലത്തും വിളിച്ചു പറയാൻ മാധ്യമങ്ങൾക്ക് കഴിയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, മാധ്യമങ്ങൾ ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരായി മാറിയാൽ ആ ഭരണകൂടം ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് ആ രാജ്യത്ത് നയിക്കും എന്നുള്ളതാണ്. അത് 47 നവംബർ 26 ഗാന്ധി പറഞ്ഞതാണ്. പിന്നീട് പല ഘട്ടങ്ങളും നമ്മൾ കണ്ടു. എമർജൻസി പീരിയഡിലെങ്കിലും ഈ രാജ്യത്തെ കുറച്ചു കാലമെങ്കിലും ഡിക്റ്റേറ്റർഷിപ്പിലേക്ക് നയിക്കാൻ കാരണമായിരുന്നു ആ പ്രവർത്തനം തന്നെയാണ്. അന്നായിരുന്നു ഈ രാജ്യത്തിന്റെ പിന്നീട് ഉപപ്രധാനമന്ത്രി വരെ പദം അലങ്കരിച്ച കെ അദ്വാനി പറഞ്ഞത്, മാധ്യമങ്ങൾ കുനിയാൻ പറഞ്ഞപ്പോൾ ഇഴഞ്ഞു. When they asked to bend, they crawled. അത് അദ്ദേഹത്തിന്റെ വളരെ പ്രമാദമായൊരു പ്രയോഗമാണ്. അതുകൊണ്ട് കുനിയാൻ പറഞ്ഞാൽ എഴുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. മാതൃഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ PP ശശീന്ദ്രൻ, ചന്ദ്രിക എഡിറ്റർ കമാൽ വരദൂർ, KUWJ സംസ്ഥാന കമ്മിറ്റി അംഗം M ഫിറോസ് ഖാൻ, 24 ന്യൂസ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം, മലയാള മനോരമ അസിസ്റ്റന്റ് എഡിറ്റർ VP സുബൈർ, പ്രസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് A ബിജുനാഥ്, ICJ അസോസിയേറ്റ് ഡയറക്ടർ K ചന്ദ്രശേഖരൻ, P മുഹമ്മദ് മിഖ്ദാദ്, VE ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി PK സജിത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി O സയ്യിദ് അലി ശിഹാബ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരളത്തിലെ പൊതുജന ആരോഗ്യ മേഖല വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലെത്തിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 26.31 കോടി രൂപ ചെലവിട്ടാണ് ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അത്യാഹിത വിഭാഗം, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, വിവിധ OP റൂമുകൾ, ഗൈനക് OT, ലേബർ റൂം, ട്രിയാജ്, NICU, ജനറൽ സർജറി OT, ഓർത്തോ OT, സർജിക്കൽ ICU, H ലബോറട്ടറി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള പ്രത്യേക വാർഡുകൾ, പീഡിയാട്രിക് വാർഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് തുടങ്ങിയ സൗകര്യങ്ങളാണ് 5 നിലകളുള്ള കെട്ടിടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരേ സമയം 20 പേർക്ക് ഉപയോഗിക്കാവുന്ന ലിഫ്റ്റ്, CCTV, മലിനജല സംസ്കരണ പ്ലാന്റ് തുടങ്ങിയവയും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു.
ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന തരത്തിൽ കഴിഞ്ഞ 10 വർഷം കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 4 വർഷവും ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനവും ബജറ്റിൽ പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വിഹിതം മാറ്റിവെക്കുന്ന സംസ്ഥാനവും കേരളമാണെന്നും മന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ 10 വർഷം കേരളത്തിന്റെ പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഏതൊരു സംസ്ഥാനത്തിനും മാതൃകയാക്കാവുന്ന നിലയിൽ പുതിയ കെട്ടിടങ്ങൾ, മറ്റ് സജ്ജീകരണങ്ങൾ എല്ലാം സർക്കാർ ആശുപത്രികളിൽ ഒരുക്കാൻ വേണ്ടി കഴിഞ്ഞ 10 വർഷക്കാലത്ത് LDF ഭരണത്തിന് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബഡ്ജറ്റിൽ വിഹിതം ഏറ്റവും അധികം പൊതുജനാരോഗ്യ സമ്പ്രദായത്തിന് മാറ്റിവെക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കഴിഞ്ഞ 10 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന കാര്യമാണ്. പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ വളരെ അഭിമാനത്തോടുകൂടി ലോകത്തെവിടെയും ജീവിക്കുന്ന മലയാളിക്ക് ഇതാ ഞങ്ങളുടെ കേരളം എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥിതിയുണ്ട്. ചടങ്ങിൽ KM സച്ചിൻ ദേവ് MLA അധ്യക്ഷത വഹിച്ചു. ബാലുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പൊയിൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ VM കമലാക്ഷി, മംഗൾദാസ് ത്രിവേണി, KK അബ്ദുള്ള തുടങ്ങിയവരും മറ്റ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബാലുശ്ശേരി. ഇഫ്താർ എന്നത് നോമ്പുതുറ മാത്രമല്ല, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടിയാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ഇടിയങ്ങര യുവകലാ സാഹിതിയുടെ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇടിയങ്ങര യുവ സാഹിത്യ സമാജം സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്ത മതങ്ങളും സംസ്കാരങ്ങളും ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഇഫ്താർ സംഗമം സമൂഹത്തിൽ സൗഹൃദവും സഹോദരഭാവവും ശക്തിപ്പെടുത്തുന്ന മികച്ച മാതൃകയാണെന്ന് MLA അഭിപ്രായപ്പെട്ടു. തുടർന്നും എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വലിയ ശക്തിയായി മുന്നേറാൻ ഈ സംഘത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികതയ്ക്ക് വേണ്ടി സർവശക്തനായ അല്ലാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇഫ്താറിന്റെ ഉദ്ഘാടനം നിർവഹിച്ച അറിയിച്ച് അവസാനിപ്പിച്ചു. ചടങ്ങിൽ പ്രൊഫസർ സഹദ് ബിൻ അലി അധ്യക്ഷനായിരുന്നു. കൗൺസിലർമാരായ SK അബൂബക്കർ, TPM ജാഷിർ, ഫാത്തിമ തഹ്ലിയ, റഷീദ് അലി, അർഷുൽ അഹമ്മദ്, TP ഹംസത്ത് തുടങ്ങിയവർ സംസാരിച്ചു. KV മുഹമ്മദ് ഷുഹൈബ്, KP സാജിദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. We will treat you well. Astor Men's Hospital, Calicut. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബേപ്പൂർ മണ്ഡലത്തിലെ വിവിധ റോഡുകൾ നാടിന് സമർപ്പിച്ചു. ഗോദീശ്വരം തമ്പി റോഡ്, വയലാൽ റോഡ് എന്നിവയുടെ ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ബേപ്പൂർ തമ്പി റോഡ്, ഗോദീശ്വരം റോഡ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും തമ്പി റോഡ് മുതൽ ഗോദീശ്വരം റോഡ് വരെ 3.12 കോടി രൂപയാണ് വകയിരുത്തിയത്. മന്ത്രി PA മുഹമ്മദ് റിയാസ്, 9 വയസ്സുകാരൻ ഇഷാൻ കൌശിക് എന്നിവർ ചേർന്നാണ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. കൗൺസിലർ കൊല്ലരത്ത് സുരേശൻ, കൗൺസിലർ ഷിനു പിന്നാണത്ത്, മുസ്തഫ, പ്രകാശ് പേരോത്ത്, TP രാജേഷ്, അബ്ദുൽ നാസർ തുടങ്ങിയവർ പങ്കെടുത്തു. BM and BC നിലവാരത്തിലാണ് റോഡ് നവീകരിച്ചത്. ആശ്വാസ പദ്ധതിയായി റോഡ് മാറി ദീർഘകാലത്തെ ആവശ്യമാണ്. ഒരുപാട് പേർ സഞ്ചരിക്കുന്ന റോഡാണ്. അപ്പോൾ അത് മികച്ചതായി മാറുക എന്നുള്ളത് ഒരു നാടിൻ്റെ ആവശ്യമാണ്. അതിനെല്ലാവരും ചേർന്നുകൊണ്ടാണ് വികസനം യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത്.
കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിനോടൊപ്പം നിന്ന് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്യുകയാണ്. നാടിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നമുക്ക് എല്ലാവർക്കും ഒത്തുചേർന്ന് ഇനിയും മുന്നോട്ട് പോകാം എന്ന് മാത്രം ചോദിച്ചു. ബേപ്പൂർ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വീടായ വൈലാലിന്റെ മുൻവശത്തുകൂടെ കയർ ഫാക്ടറി ഓൾഡ് മിലിറ്ററി റോഡ് വരെ കടന്നുപോകുന്ന വൈലാലിൽ റോഡ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും 1.05 കോടി രൂപ വകയിരുത്തിയാണ് റോഡ് നവീകരിച്ചത്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അനീസ് ബഷീർ, കോർപ്പറേഷൻ ആരോഗ്യകാര്യ ചെയർമാൻ കെ രാജീവ്, കൗൺസിലർ ഷിനു പിന്നാണത്ത്, സ്മിജിത്ത്, അബ്ദുൽ നാസർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പൊതുജനങ്ങൾക്ക് കോഴിക്കോട് നഗരത്തിലെ കാഴ്ചകൾ ആസ്വദിക്കാൻ KSRTCയുടെ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് ഒരുങ്ങി. KSRTC ബസ് ടെർമിനലിന് സമീപം നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായി ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് ടൂറിസം കേന്ദ്രങ്ങൾ സന്ദർശിക്കാൻ അവസരമൊരുക്കുകയാണ് സർവീസിന്റെ ലക്ഷ്യം. സർവീസിന്റെ ഫ്ളാഗ് ഓഫ് KSRTC ബസ് ടെർമിനലിന് സമീപം മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. എല്ലാ ദിവസവും വൈകിട്ട് 3 മണിയോടെ തുടങ്ങി രാത്രി 10:30 വരെ സർവീസ് ഉണ്ടാകും. ആദ്യഘട്ടത്തിൽ KSRTC സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി സരോവരം, ബയോ പാർക്ക്, മാനാഞ്ചിറ, ബീച്ച് എന്നിവിടങ്ങളിലെ കാഴ്ചകളിലൂടെയാകും സർവീസ്. 5 ട്രിപ്പുകളാകും തുടക്കത്തിലുണ്ടാവുക. രണ്ടാം ഘട്ടത്തിൽ ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രങ്ങളായ ബേപ്പൂർ, ചാലിയം, കാപ്പാട് തുടങ്ങിയ ഇടങ്ങളിലേക്കും സർവീസ് ആരംഭിക്കും. പരിസ്ഥിതി സൗഹൃദ യാത്ര ലക്ഷ്യമിട്ട് ഇലക്ട്രിക് ബസ്സാണ് സർവീസിനെത്തിച്ചത്. മുകളിൽ 36 സീറ്റും താഴെ 28 സീറ്റുകളുമുണ്ട്. ഓൺലൈൻ വഴിയും ഫോൺ വഴിയും ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. 4.7 മീറ്റർ ഉയരമുള്ള ബസ് താഴ്ന്നു നിൽക്കുന്ന മരച്ചില്ലകളും ഇലക്ട്രിക് ലൈനുകളും കേബിളുകളുമെല്ലാം നീക്കിയ ശേഷമായിരിക്കും സ്ഥിരം ട്രിപ്പുകൾ ആരംഭിക്കുക. നിലവിൽ തിരുവനന്തപുരം, മൂന്നാർ, എറണാകുളം, തൃശൂർ എന്നിവിടങ്ങളിലാണ് സമാന സർവീസുകൾ ഉള്ളത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അഹമ്മദ് ദേവർകോവിൽ MLA, വാർഡ് കൗൺസിലർ ശ്രീജ സി നായർ, KSRTC അസിസ്റ്റന്റ് വർക്ക് മാനേജർ ഗിരീഷ്, മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുധ ചണ്ഡിക മഹായാഗം ഏപ്രിൽ 5 മുതൽ 10 വരെ മഞ്ചേരിയിൽ നടക്കും. ലോക സമാധാനത്തിനും സനാതനധർമ്മത്തിന്റെ ഉയർച്ചയ്ക്കും വേണ്ടിയാണ് യാഗമെന്ന് സംഘാടകർ പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള സാധകരുടെ മുൻകൈയാലാണ് കേരളത്തിലെയും കർണാടകത്തിലെയും ഒക്കെ ദക്ഷിണ ഭാരതത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ പ്രധാനപ്പെട്ട ആചാര്യന്മാരുടെ ആചാര്യത്വത്തിൽ യാഗം നടക്കുന്നത്. ആ യാഗത്തിൻ്റെ മുഖ്യാചാര്യമായിട്ടുള്ളത് ട്രിച്ചി ആശ്രമത്തിലെ തിരു ഈങ്കോയ്മല ലളിത മഹിളാ സമാജം അവിടുത്തെ മഠാധിപതിയായിട്ടുള്ള യോഗിനി ശ്രീ ജയാംബ വിദ്യാംബ സരസ്വതി മാതാജിയാണ്. അങ്ങനെ സ്ത്രീ മഹാത്മാക്കളുടെ നേതൃത്വത്തിൽ ആചാര്യത്വത്തിലാണ് സ്ത്രീകളായിട്ടുള്ള സാധകരുടെയും മുൻകൈയിലാണ് ഈ യാഗത്തിന്റെ ചടങ്ങുകൾ നടന്നു വരുന്നത്. മഞ്ചേരി മുള്ളൻപാറ സനാതന ധർമ്മ സേവാ കേന്ദ്രത്തിൽ വെച്ചാണ് ആയുധ ചണ്ഡിക മഹായാഗം നടക്കുന്നത്. 1 കോടി നവാക്ഷരി മന്ത്രജപവും 10,000 ഒരു ദേവീ മഹാത്മ്യ പാരായണവും 11 യാഗകുണ്ടങ്ങളിലായി 250 പേർ വീതം 4 ദിവസങ്ങളിലായി 1000 പേർ ഹോമത്തിലും പാരായണത്തിലും പങ്കാളികളാകുമെന്ന് സംഘാടകർ പറഞ്ഞു. വിവിധ ആധ്യാത്മിക ധാർമ്മിക ഗ്രന്ഥങ്ങളുടെ പാരായണവും വിശേഷാൽ പൂജ, ഗുരുതി തുടങ്ങിയവയും കാളികാവ് ക്ഷേത്രത്തിൽ ക്ഷേത്രം തന്ത്രി മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടക്കും. യാഗവേദിയിൽ എത്തിച്ചേരുന്ന ഭക്തന്മാർക്ക് 3 നേരവും അന്നദാനവും ഒരുക്കും. കഴിഞ്ഞ 1.5 വർഷമായി ദേവി മഹാത്മ്യ പഠന പരിശീലനം നേടിയ 1000 പേർ പാരായണത്തിലും ജപത്തിലും പങ്കെടുക്കും. മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികൾ അധ്യക്ഷനായുള്ള സംഘാടക സമിതിയും ആയുധ ചണ്ഡിക മഹായാഗത്തിന്റെ വിജയത്തിനായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ മഹാമണ്ഡലേശ്വർ ആനന്ദവനം സ്വാമികൾ, എം ശ്രീധരൻ നമ്പൂതിരി, കൃഷ്ണ പ്രഗീഷ്, ഡോക്ടർ മുടപ്പിലാപ്പള്ളി പരമേശ്വരൻ നമ്പൂതിരി, കൃഷ്ണപ്രസാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. We will treat you well. Astor Men's Hospital, Calicut. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. പാരമ്പരിക് സിൽക്ക്, കോട്ടൺ ആൻഡ് ജ്വല്ലറി മേള. പരമ്പരാഗത ഉത്തരേന്ത്യൻ വസ്ത്രങ്ങളുടെയും ആഭരണങ്ങളുടെയും മനോഹര ശേഖരം ഇപ്പോൾ കോഴിക്കോട് CSI ഹാളിൽ. രാജസ്ഥാൻ ഹാൻഡ്മെയ്ഡ് വസ്ത്രങ്ങൾ, ജയ്പൂർ ബെഡ്ഷീറ്റുകൾ, മിർജാപൂർ കോട്ടൺ ആൻഡ് വുളൻ ഉൽപ്പന്നങ്ങൾ, ഇറാൻ കാർപ്പറ്റുകൾ, ബഗൽപൂർ ആൻഡ് ചന്തേരി സാരികൾ, UP ഖാദി ഉൽപ്പന്നങ്ങൾ, ജയ്പൂർ ഷർട്ടുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ. രാജസ്ഥാൻ ആഭരണങ്ങൾ 50 രൂപ മുതൽ ആരംഭിക്കുന്നു. ഇഷ്ടം പോലെ തിരഞ്ഞെടുക്കാൻ വൈവിധ്യമാർന്ന നിറങ്ങളും ഡിസൈനുകളും. രാവിലെ 10 മുതൽ രാത്രി 9 വരെ. പ്രവേശനം സൗജന്യം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രത്യേക സമ്മാനങ്ങൾ കണ്ടെത്താനുള്ള മികച്ച അവസരം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 21ാമത്തെ വീടിന് തറയിട്ടു. കാലിക്കറ്റ് നഴ്സിംഗ് ഹോം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP മുസ്തഫ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. കോഴിക്കോട് ഇടിയങ്ങര റോഡ് എളേന്റെ പള്ളിക്ക് സമീപം 2.25 സെന്റ് സ്ഥലത്താണ് പള്ളിക്കണ്ടി സ്വദേശികളായ കുടുംബത്തിന് വീട് പണിയുന്നത്. CSCO അഭയം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 21ാമത്തെ വീടിന് കാലിക്കറ്റ് നഴ്സിംഗ് ഹോം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CP മുസ്തഫ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു. വീടുകൾ ഓൾറെഡി ഉള്ള ആളുകൾ തന്നെ, തറവാടിയിലും മറ്റുള്ള വീടുകളൊക്കെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ആളുകൾ തന്നെ 2 നേരം ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ, എന്തെങ്കിലും തൊഴിൽ മാർഗം ഉണ്ടാക്കി കൊടുത്ത് നല്ലൊരു കാര്യം. CSCO പ്രസിഡന്റ് CBV സിദ്ദീഖ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി MV ഫസൽ റഹ്മാൻ, വൈസ് പ്രസിഡന്റ് K നൌഷാദ് അലി, SM സാലിഹ്, ട്രഷറർ PP അബ്ദുള്ള കോയ, CA ഉമ്മർ കോയ, കെൻസ ബാബു, PM മെഹബൂബ്, PN വലീദ്, ആദം കാതിരിയകം തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കെയർ ഫൗണ്ടേഷനും നാംകോ സൊസൈറ്റിയും സംയുക്തമായി തിരുനെല്ലി ഗ്രാമത്തിൽ മുട്ടഗ്രാമം പദ്ധതി നടപ്പാക്കുന്നു. പദ്ധതിയുടെ പ്രഖ്യാപനവും മെഗാ ഷോയുടെ ടിക്കറ്റ് വിതരണ ഉദ്ഘാടനവും മാർച്ച് 13 ടൗൺ ഹാളിൽ നടക്കും. സ്ത്രീ ശാക്തീകരണവും ഗ്രാമീണ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തതയും ലക്ഷ്യമിട്ടാണ് കെയർ ഫൗണ്ടേഷനും നവകേരള അഗ്രി ആൻഡ് അലൈഡ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി അഥവാ നാംകോസും സംയുക്തമായി വയനാട് ജില്ലയിലെ തിരുനെല്ലി ഗ്രാമത്തിൽ മുട്ടഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ പ്രഖ്യാപനവും മെഗാ ഷോയുടെ ആദ്യ ടിക്കറ്റ് വിതരണോദ്ഘാടനവും ജേർണി ഓഫ് ഹോപ്പ് മാർച്ച് 13 ടൗൺ ഹാളിൽ വൈകിട്ട് 3 തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി തിരുനെല്ലി ഗ്രാമത്തിലെ 448 കുടുംബങ്ങൾക്ക് ഓരോ കുടുംബത്തിനും 50 BV 380 ഇനം മുട്ടക്കോഴികളും ഒരു ഹൈടെക് കോഴിക്കോടും നൽകുന്നതാണ് പദ്ധതി. ഇതിലൂടെ ഗ്രാമത്തിലെ കുടുംബങ്ങൾക്ക് സ്ഥിരമായ മാസവരുമാനം ലഭ്യമാക്കുകയും സ്ത്രീകളെ സാമ്പത്തികമായി ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് നാംകോസ് ജനറൽ മാനേജർ K മിഥുൻ പറഞ്ഞു. ഒരു മുട്ടഗ്രാമം പദ്ധതി എന്ന ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നു. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം നിലവിൽ വയനാട്ടിലെ തിരുനെല്ലിയിലെ ഒരു ഗ്രാമം മുട്ടഗ്രാമമായിട്ട് പ്രഖ്യാപിക്കുന്ന ഒരു പദ്ധതി. ചടങ്ങിൽ പദ്ധതിയുടെ ഫണ്ട് സമാഹരണത്തിനായി നടത്തുന്ന സമന്വയ മെഗാ ഷോയുടെ ആദ്യ ടിക്കറ്റ് മലബാർ ഹോസ്പിറ്റൽ ആൻഡ് യൂറോളജി സെന്റർ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ മിലി മോണി സ്വീകരിക്കും. പത്മശ്രീ ജേതാവ് ചെറുവയൽ രാമനെ ആദരിക്കും. മുട്ടഗ്രാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയവരിൽ തിരുനെല്ലി സ്വദേശികളായ 30 സംരംഭക വനിതകളുമായി സംവാദവും നടക്കും. കെയർ ഫൗണ്ടേഷൻ ചെയർമാൻ ബിനു G കുറുപ്പ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ
നാംകോസ് ചെയർമാൻ KB ശ്രീരാജ്, മാനേജിംഗ് ഡയറക്ടർ N ഫിറോസ്, വൈസ് ചെയർമാൻ PP സുരേഷ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഷൈനി ചാർലി എന്നിവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ നാംകോസ് ജനറൽ മാനേജർ K മിഥുൻ, കെയർ ഫൗണ്ടേഷൻ കോർഡിനേറ്റർ ജേഷ് അഭിലേഷ്, പ്രോഗ്രാം കോർഡിനേറ്റർ അഭിലാഷ് പുതുക്കുടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാധ്യമങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖല വികസിത രാജ്യങ്ങളുടെ നിലവാരത്തിലെത്തിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇഫ്താർ എന്നത് നോമ്പുതുറ മാത്രമല്ല, സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം കൂടിയാണെന്ന് അഹമ്മദ് ദേവർകോവിൽ MLA. ആയുധ ചണ്ഡിക മഹായാഗം ഏപ്രിൽ 5 മുതൽ 10 വരെ മഞ്ചേരിയിൽ നടക്കും. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.